ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നോമ്പുകാലം കൂടി അനുഭവിക്കാൻ തന്ന വൻകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോമ്പിൻ്റെ 30-ാം ദിനമായ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തു കരുണയുടെ ഉറവിടം എന്നതാണ്. ക്രിസ്തുവിൻ്റെ കരുണയെപ്പറ്റി പഠിപ്പിക്കുന്ന നിരവധി വേദഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മീക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അതിലൊന്നാണ്. അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് മീക പ്രവാചകന്റെ ഹൃദയത്തെ തകർത്തു. 1ഉം 2ഉം വാക്യങ്ങളിൽ അത് കാണാൻ സാധിക്കും. അവർ സത്യാരാധനയെ വിട്ട് ബാലിൻ്റെയും മിഥ്യാരാധനയുടെയും പിന്നാലെ പോയി. അത് കണ്ട് മീക പ്രവാചകൻ രാജാവിനും ജനങ്ങൾക്കും താക്കീത് നൽകുന്നു. എന്നാൽ അവർ ആ ദൂത് ശ്രവിച്ചതേയില്ല. ദേശത്തിൻ്റെ ഈ തകർച്ചയുടെ നടുവിൽ മീക പ്രവാചകൻ ചെയ്തത് ദൈവത്തിലേക്ക് നോക്കുകയായിരുന്നു. പ്രതിസന്ധിയുടെ നടുവിൽ ദൈവത്തെ നോക്കി ക്ഷമയോടെ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും പ്രത്യാശയോടെ മുന്നോട്ട് പോകാനും പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ സഹായത്തിനായി അവൻ വേഗം വരും. പ്രതികൂലങ്ങളിൽ അവൻ കാരുണ്യമുള്ളവനായിരിക്കും. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നിത്യജീവൻ അവകാശികളായി തീരാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. ഇനി രക്ഷപ്പെടില്ല എന്ന് ജനം വിധിച്ചയിടത്ത് നിന്ന് നമ്മെ ഉയർത്താൻ തക്ക കാരുണ്യമുള്ളവനാണ് നമുക്കുള്ളത്. വീണ്ടും വീണ്ടും ദൈവവചനം മുറുകെ പിടിക്കുമ്പോൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിലെ ജന്മനാ മുടന്തനായ ഭിക്ഷ യാചിക്കുന്ന വ്യക്തിയെ സുഖപ്പെടുത്തിയതാണ് മറ്റൊരു സംഭവം. ദേവാലയം സന്ദർശിച്ച യോഹന്നാനും പത്രോസും ഈ മനുഷ്യനെ കാണുകയാണ്. എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് അവനെ നോക്കി അവന് ലഭിച്ചത് വലിയൊരു സമ്മാനമാണ്. പത്രോസ് അവനോട് പറയുന്നു: വെള്ളിയോ പൊന്നോ എനിക്കില്ല, പക്ഷേ അതിലും നല്ലത് നിനക്ക് നൽകാമെന്ന്. എന്നിട്ട് നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആ മനുഷ്യൻ കാലുകൾ സുഖപ്പെടുകയും നടന്നും തുള്ളിയും ദേവാലയത്തിലേക്ക് കടന്ന് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ക്രിസ്തുവിൻ്റെ കരുണയിൽ നന്ദിയുള്ള ആ ഒരു മനുഷ്യനെയാണ്. രണ്ടാമത്തേത്, ഇവിടെ പത്രോസ് ചെയ്ത സേവനം സ്വയം മഹത്വത്തിനായിട്ടല്ല ഉപയോഗിച്ചത്, മറിച്ച് ദൈവമഹത്വത്തിനായിട്ടാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ് അവൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഏവനും സൗഖ്യത്തിനായി അലയേണ്ട ആവശ്യം വരുന്നില്ല. ആ മുടന്തനെ പോലെ കരുണ ലഭിക്കുമ്പോൾ നാമും നന്ദിയുള്ളവരായിരിക്കണം എന്ന് മാത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതാണ് മറ്റൊരു സംഭവം. കരുണയുടെ ഭവനം എന്നർത്ഥമുള്ള ബേഥസ്ത എന്ന പേരുള്ള കുളത്തിൻ്റെ കരയിൽ 5 മണ്ഡപങ്ങളുണ്ട്. അവിടെ നിരവധിയായ രോഗികളുണ്ട്. അതിൽ 38 വർഷം രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദൈവദൂതൻ വെള്ളത്തിലിറങ്ങി കുളം കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ സൗഖ്യം പ്രാപിക്കും. ഇവിടെ വെള്ളം കലക്കുക എന്നത് വചനം അറിയിക്കുകയാണ്. വചനം അറിയിക്കുമ്പോൾ അതിന് ഒരുങ്ങിയിരിക്കുന്നവൻ, അതാണ് ആദ്യം ഇറങ്ങുന്നവൻ എന്ന് പറയുന്നത്. കരുണയുടെ ഉറവിടമാണ് ക്രിസ്തു. അതിൽ ആർക്കും സൗഖ്യം പ്രാപിക്കാം. എന്നാൽ ദൂതൻ വചനമാകുന്ന വെള്ളം കലക്കുമ്പോൾ അതിനാദ്യം പ്രാധാന്യം നൽകുന്നവൻ, അത്രത്തോളം പ്രാധാന്യം നൽകുന്നവൻ പാപത്തിൽ നിന്ന് മോചനം നേടുകയും അവന് കരുണ ലഭിക്കുകയും ചെയ്യുന്നു. അവൻ ഏറിയ നാളായി അങ്ങനെ തളർന്നു കിടക്കുന്നു എന്നറിഞ്ഞിട്ട് അവനെ തേടി വന്നതാണ് യേശു. ഇങ്ങനെ തേടിയെത്തുന്ന നാൾ വരും. അതിന് നാം ഒരുക്കമുള്ളവരായിരിക്കണം. എനിക്ക് സൗഖ്യം ലഭിച്ചേ തീരൂ എന്ന് നാം തീരുമാനിക്കണം. ഇത്രയധികം വേദഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിലും നാളിതുവരെ ജീവിതത്തിൽ അവൻ ചെയ്ത കരുണകളാണ് മനസ്സിലേക്ക് ആദ്യം വന്നത്. നാം ഓരോരുത്തരും കഴിഞ്ഞ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാണെന്ന്. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരുടെ അതിക്രമം മോചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം നമുക്കുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നമ്മുടെ അകൃത്യങ്ങളാണ് ദൈവത്തെയും നമ്മെയും തമ്മിൽ വേർതിരിക്കുന്നത്. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. പാപത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് നിന്റെ കരുണ ലഭിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ദൈവമേ. ഈ നോമ്പിലൂടെ നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിച്ച് ദൈവം നമുക്ക് കരുണ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം. ആ കരുണയിൽ നന്ദിയുള്ളവരായിരിക്കാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.